ഹായ് ഹലോ വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനും അതുപോലെ തന്നെ അവരുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. കറണ്ട് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് സിറ്റുവേഷൻ എന്താണ്. ഷെയറിങ് വന്നിട്ടുണ്ട്, ട്രസ്റ്റ് വന്നിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്, കംപ്ലീഷൻ വന്നിട്ടുണ്ട്. റെസ്പെക്റ്റ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. അതിനു മുൻപേ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ ഫസ്റ്റ് വന്ന കാർഡ് ഷെയറിങ് എന്ന കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പലതും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഇല്ല, നിങ്ങൾ തമ്മിൽ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു കോണ്ടാക്ട് ഇപ്പോൾ പോകുന്നുണ്ട് എങ്കിലും ചെറിയ ചെറിയ ഒരു പൊട്ടലും ചീറ്റലും മാത്രമാണ് റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പലതും. ഓക്കെ, ആൻഡ് ട്രസ്റ്റ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകാം. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനിടയിൽ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടാകാം, ട്രസ്റ്റ് എന്ന കാർഡ്. ആൻഡ് ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള കാർഡാണ്. മേ ബി ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകാം. ഈ ഒരു ചേഞ്ച് കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു വിശ്വാസക്കുറവ് നിങ്ങളിൽ ഉണ്ടാവുമായിരിക്കാം. അതായത് ഇപ്പം നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ഒക്കെയാണ്, ഒരുപാട് നാളായിട്ട് ഈ പേഴ്സൺ റെസ്പോണ്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഒരു ട്രസ്റ്റ് ഇഷ്യൂ തന്നെയാണ്. അതായത് നിങ്ങൾ കൈവിട്ട് പോയോ, അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ പുറകാലം ഇങ്ങനെ ചേസ് ചെയ്ത് നടന്നിട്ട് പെട്ടെന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാകും. അവർ പോയോ, അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കിയിട്ട് അവരുടെ കാര്യത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടാകാം. ട്രസ്റ്റ് ഇവിടെ രണ്ട് തരത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നിങ്ങളുടെ ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചേഞ്ച് കാരണം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്ന ഒരു വിശ്വാസക്കുറവ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പം ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടാകും, നിങ്ങൾ പോയോ കൈവിട്ട് പോയോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. മേ ബി അതുകൊണ്ടുമായിരിക്കാം അവർ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് ഒരു റെസ്പോണ്ടും ഇല്ല, ഒന്നും പറഞ്ഞില്ല, ഓപ്പൺ ആയിട്ടൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്നും പറയാതെ മിണ്ടാതെ നിങ്ങളുടെ റിലേഷനിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. സോ അത് അവർ മനസ്സിലാക്കുന്നുണ്ടാകാം. മേ ബി അതുകൊണ്ടുമായിരിക്കാം. ഓക്കെ, ആൻഡ് പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയൊരാളായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ. അതായത് ഒരു സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഒരു കുഴപ്പവുമില്ലാതെ ചിരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ നാലാൾക്കാർ അറിയപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ നാലാൾക്കാർ നല്ലത് മാത്രം പറയുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഈ വ്യക്തിയുടെ ഒരു മുഖം അറിയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ പേഴ്സൻ്റെ ഈ ഒരു ഫേസ് നിങ്ങൾക്ക് അറിയുന്നത്. ഓക്കെ, അതായത് രണ്ട് ഫേസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പുറത്തൊരു മുഖം കാണിക്കുക, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മുഖം. ഓക്കെ, മേ ബി അത്രയും ക്ലോസ് ആയിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളുടെ പേഴ്സണെ അത്രയും അറിയാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്ന് ഒരു സമൂഹത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ പേഴ്സണെ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല വ്യക്തി ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, എൻ്റെ കംപ്ലീഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
ഒരു പൂർത്തീകരണം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത്. മേ ബി ഇത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവുമായിരിക്കാം. അതായത് നിങ്ങൾ പരസ്പരം ഒന്ന് പ്രശ്നങ്ങൾ പറയുക, നിങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമായിരിക്കാം. ഈ പേഴ്സൺ ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത് ആ പേഴ്സൺ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഈ പേഴ്സൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 2 ഫേസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. സോ നിങ്ങൾക്ക് പോലും ഇതെന്താ ഇപ്പം ഒരു മുഖത്തിൽ വന്നിട്ട് സംസാരിക്കുക, പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതെ ഇറങ്ങിപ്പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്കറിയില്ല ഈ പേഴ്സൺ എന്താണ് ഇങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കാം. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കോൺടാക്ട് നിലനിർത്തുന്ന ആളുകളായിരിക്കാം, നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം, അങ്ങനെയൊക്കെയുള്ളതായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക കേട്ടോ, അല്ലാത്തത് വിട്ടുകളയുക. സോ ഈ പേഴ്സൺ എന്തായാലും ഇപ്പോൾ ഒരു പൂർത്തീകരണം നിങ്ങളുടെ ബന്ധത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച്, ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം വരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പം ഇങ്ങനെ സൈലൻ്റായി ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ടാകാം. മേ ബി അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതായത് ഇവിടെ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, നിങ്ങൾ ചേസ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഫോക്കസ്ഡ് ആയിട്ടുണ്ട് അവനവൻ്റെ കാര്യത്തിൽ എന്നാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെ ചേഞ്ച് എന്ന് വെച്ചാൽ ഇത്രയും നാളും അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ഒരു ക്യാരക്ടർ അവർക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിന്നും അവരിപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഇതാണ്, നമുക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് നോക്കാം. ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. അതായത് അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും ആ സിറ്റുവേഷൻ. ഈ പേഴ്സൺ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് തരാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവരൊന്ന് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് പഴയ ഒരു സ്നേഹം തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പഴയ ഒരു എന്താ പറയുക, അത്രയും സ്ട്രോങ് ആയിട്ട് പിന്നീട് അങ്ങോട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, അത് ആ പേഴ്സൺ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അതായത് നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകും ആ പേഴ്സൻ്റെ മാറ്റം. അത് നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകും എന്താണ് ഈ പേഴ്സൺ ഇങ്ങനെ എന്നുള്ളത്. ഓക്കെ, അതായത് ഓവർഫ്ലോ ചെയ്തിട്ടുള്ള ഒരു സ്നേഹത്തിന് അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പേഴ്സൺ. അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ച് മേ ബി ഇവർ കുടുങ്ങി നിൽക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അതായത് തേർഡ് പാർട്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പം ആരുമാകാം കേട്ടോ. നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്താണോ, ആ ഒരു മൂന്നാമതുള്ള ഒരു പ്രശ്നം എന്താണോ, ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നത് എനിക്ക് വ്യക്തികളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ അവരുടെ നിയന്ത്രണത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായിട്ട്. ഓക്കെ, അത് ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ എന്താ പറയുക, നിയന്ത്രിച്ച് വെക്കാൻ പവറുള്ള ആളുകളായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു ഡബിൾ എനർജിയാണ്. ഇവർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ആയിട്ട് വരാം, പക്ഷെ അവർ അതിന് ട്രൈ ചെയ്യുന്നില്ല. കാരണം ഇവിടെ അവരുടെ 2 കൈയും തന്നെ ഫ്രീ ആണ്, പക്ഷെ അവരതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ കുടുങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർ തന്നെ നെഗറ്റീവായിട്ട് വെക്കുന്നുണ്ട് ചില ടൈമിലെങ്കിലും. ഓക്കെ, പിന്നെ നിങ്ങളിലേക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഇവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവർ തിങ്ക് ചെയ്യുന്നതിൽ ഷെയർ ചെയ്യണം, ഓപ്പണായിട്ട് സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ആണ്. ഈ പേഴ്സൺ ഇപ്പം സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക, അവരുടെ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, കറണ്ട് എനർജിയിൽ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊന്നും ഓപ്പൺ ആയിട്ട് സംസാരിച്ച് വന്നിട്ടില്ല. മേ ബി നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ പേഴ്സണ് ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. സോ അവർ തന്നെ സ്വയം ചിന്തിച്ച് തുടങ്ങി, നിങ്ങളൊരു ചേഞ്ച് വന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ
നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത്രയും നാളും ഒരു ഹൈഡിങ് എനർജി അവർ നടത്തിയിട്ടുണ്ട്. അതായത് അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെക്കുക, അവർക്ക് നിങ്ങളോട് എത്രയോ, അതായത് അവർക്ക് വരുന്ന ഫീലിങ്സ്, ആ ഒരു മിസ്സിങ് എനർജി ഒക്കെ അവർ നിങ്ങളടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പം അവർ നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ മെസ്സേജ് അങ്ങോട്ട് പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ അയക്കുന്നുണ്ടാകാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം എന്താണെന്നുള്ളത്. അപ്പോൾ ആ പേഴ്സൺ സംബന്ധിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കാരണം നിങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ബ്ലോക്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവിടെ വരുന്നുണ്ട്. സോ ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിചാരം. പക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു ചേഞ്ച് വന്നപ്പം ആ പേഴ്സൺ, അതായത് നിങ്ങൾ ആ ഒരു ചേസിങ് അല്ലെങ്കിൽ ആ ഒരു സ്പൈ ചെയ്യുന്ന ഒരു എനർജി എല്ലാം നിങ്ങൾ നിർത്തിയപ്പം ഈ പേഴ്സൺ അത് ചിന്തിക്കുകയാണ്, നിങ്ങൾ വിട്ടുപോയി, കൈവിട്ടുപോയി എന്ന് ചിന്തിക്കുന്നുണ്ട്. സോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിസ്സിങ് എനർജി അല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് അവരിപ്പം ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ശത്രുത എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു ശത്രുത എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതായത് മേ ബി നിങ്ങൾ അടിയും വഴക്കൊക്കെ നടക്കുന്ന സമയത്ത്, ഒരു പ്രശ്നം വന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആർഗ്യുമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാകാം. അതായത് വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടുണ്ടാകാം, കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം. അത് ഒരാൾക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകും. മേ ബി അത് നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ശത്രുത ഉള്ളതുപോലെ, ശത്രുത മീൻസ് ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു വൈരാഗ്യം, എന്നോട് ഇത്രയും ചെയ്തതല്ലേ അല്ലെങ്കിൽ എന്നോട് ഇത്രയും പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ ഇങ്ങനെ വെക്കുക. ഓക്കെ, അതും ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ തന്നെയാണ്. ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ വഞ്ചിച്ചില്ലേ, അല്ലെങ്കിൽ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചില്ല എന്നുള്ള, മേ ബി അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു എനർജി ഇവിടെ ഉണ്ട്. അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങളാണ് അങ്ങനെ പാസ്റ്റിലെ കാര്യം വിട്ട് കളയാതെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ പാസ്റ്റിലെ കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതിനെ വിട്ട് കളയുക. കാരണം അതിനെ നമുക്ക് ഹോൾഡ് ചെയ്തിട്ടൊന്നും കിട്ടാനില്ല, പാസ്റ്റിലേക്ക് പോകാനില്ല, അതിനെ പറഞ്ഞ് തർക്കിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല നമുക്ക്. അത് അങ്ങോട്ട് വിട്ട് കളയുക. പക്ഷെ അവർ ചെയ്ത കാര്യം മറന്നു പോവാതിരിക്കുക. പക്ഷേ അതിനെ വലിയ ശത്രുതയായിട്ടോ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഒരു ട്രോമ പോലെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആയിട്ട്, ഒരു കറുപ്പായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട, ഒരു നിഴലായിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതൊരു നെഗറ്റീവ് വൈബ്രേഷനാണ്. സോ അത് നിങ്ങൾക്കാണെങ്കിൽ ഫോർഗീവ് ചെയ്യുക. ഓക്കെ, ഫോർഗീവ്നെസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. 7 ഓഫ് വാൻഡ്സ് ആണ്. മേ ബി ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു ചേഞ്ച് വന്നൊരു കാര്യമായിട്ട് മേ ബി നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്തതായിട്ട് എനിക്കിവിടെ കാണുന്നില്ല. അവർ കോണ്ടാക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ കോണ്ടാക്ട് ചെയ്ത ആളുകളുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ടാകാം. പക്ഷെ അവർ നിങ്ങളിലേക്ക് ഏത് വിധേന വരണം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം, നിങ്ങളുടെ അടുത്ത് എന്താണ് പറയേണ്ടത്, ഇത്രയും നാളും സൈലൻ്റായി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മറുപടി എന്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യാണ്. അവർ ചിന്തകൾ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പ്രവൃത്തിയിലായിരിക്കാം. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരിപ്പം. ഓക്കെ, അത് പ്ലാനിങ്ങിലായിരിക്കാം, ഐഡിയാസുകളിലായിരിക്കാം ആ ഒരു ഹാർഡ് വർക്ക് വരുന്നത്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ളൊരു എനർജി വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. ഒരു നോ കോണ്ടാക്റ്റൊക്കെ ഒരുപാട് നാൾ കൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ്. സോ ആ ഒരു മിസ്സിങ് എനർജി ഉള്ളത് കൊണ്ടാണ് അവർക്ക് നിങ്ങളെ എന്താ പറയുക, ഡ്രീം ചെയ്യാൻ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ സ്വപ്നം കാണുക, നിങ്ങളുടെ കൂടെയുള്ളൊരു ജീവിതം ആഗ്രഹിക്കുക. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറെ കുറിച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഡ്രീം ചെയ്യുക. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് നമ്മളുടെ പാർട്ട്ണറിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ സ്വപ്നം കാണുന്നത് ഇത് ഡ്രീം ചെയ്യുകയാണ്. പകൽ സ്വപ്നം വരെ കാണുന്നുണ്ട്, ഡേ ഡ്രീം വരെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരു മെച്യൂരിറ്റി കുറവ് ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പം അവരൊരു മെച്യൂരിറ്റി കുറവ്, ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ മെച്യൂരിറ്റിയിലേക്ക് വന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ,
പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി ഇവർ കൊടുക്കുന്നുണ്ട്. മേ ബി അത് ഒരു കറക്റ്റ് സിറ്റുവേഷൻ വരാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഒരു നിങ്ങളിലേക്ക് വരേണ്ട ഒരു പ്രോപ്പർ ടൈമിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്ലാൻസ് അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഏത് കറക്റ്റ് ടൈം ഏതാണെന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അവരെന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ ചെയ്യുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, മേ ബി ഇത്രയും നാളും ഒരു കർമ്മയിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ട് അവർ പലതും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകാം. ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി വലയത്തിൽ നിന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ചിലപ്പോൾ മേ ബി അതൊരു കർമ്മ ഫലമായിട്ട് അവർക്ക് കിട്ടിയതായിരിക്കാം. അതായത് അവരനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെ ആയിരിക്കാം അത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും കർമ്മ ലഭിച്ചതായിരിക്കാം. എന്തായാലും ഒരു സൈക്കിളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു സൈക്കിൾ അവർക്കിപ്പോൾ എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഒരു കർമ്മ നമ്മുടെ ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് ലെസൺസ് എടുക്കാനും പോസിറ്റീവായിട്ട് ചേഞ്ചുകൾ കൊണ്ടുവരാനും നമ്മൾ നല്ലൊരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മ നമ്മളെ സഹായിക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് ഇത് കടന്നിട്ടായിരിക്കും വരുന്നതെങ്കിലും നമ്മൾ ആ ഒരു സൈക്കിള് ഓക്കെ അതിങ്ങനെ കറങ്ങി വരുമ്പം നമ്മൾ എന്താ പറയുക, ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് അത് നമ്മളൊരു സൈക്കിൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് എൻഡ് ആകുന്നതിന് മുൻപേ നമ്മൾ ഒരുപാട് ലെസൺസ് എടുക്കും. നമുക്കുള്ള ചില ബാഡായിട്ടുള്ള ക്യാരക്ടറുകൾ അല്ലെങ്കിൽ ഇമ്മച്വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനെയുള്ള കഴിവുകളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവ് ചേഞ്ച് എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ, അത് വന്നതായിട്ട് ഇപ്പം കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു ചേഞ്ച് വന്നിട്ടേ ഉള്ളൂ. അവരതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ആ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടേ ഉള്ളൂ. അവർ ഇത്രയും നാൾ വന്നിട്ടില്ല. ഡെത്ത് കാർഡാണ്. റീബർത്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇത്രയും നാളും ഇപ്പോൾ ഒരു വർഷങ്ങളായി കോണ്ടാക്റ്റ് ഇല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫൈനലി നിങ്ങളുടെ പേഴ്സണ് ഒരു റീബർത്ത് സംഭവിച്ചതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ വിചാരിക്കും ആ പേഴ്സൺ എന്നെ ആലോചിക്കുന്നില്ല, ഇത്രയും നാളായില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ട്, ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, നിങ്ങളെ മറന്നിട്ടില്ല, ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങളിലേക്ക് എങ്ങനെ വരണം എന്നുള്ള ഒരു ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ പേഴ്സൺ ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഹാർഡ് വർക്ക് നമ്മളിവിടെ കണ്ടു. സോ തിങ്ക് ചെയ്യുന്നതായിരിക്കാം, ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ടാകാം. അവർക്കറിയില്ലായിരിക്കാം അതിലെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ലായിരിക്കാം. ഓക്കെ, മേ ബി അതായത് കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം. എന്താണെങ്കിലും ഇവിടെ ഒരു റീബർത്ത് നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, മേ ബി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം, എനിക്ക് കോണ്ടാക്ട് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അത് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എംപ്രസ് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഒരു മിസ്സിങ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് തോന്നുന്ന ഒരു നിമിഷമാണ് ഈ ഒരു കറണ്ട് എനർജിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് അവർ. ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നിങ്ങളടുത്ത് മിണ്ടാതിരുന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കാം. പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് അവർ സൈലൻ്റ് ആയി പോയതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. എന്താണെങ്കിലും അവർ ചെയ്ത ബൗണ്ടറീസൊക്കെ എത്രത്തോളം നിങ്ങളെ പെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ പേഴ്സൺ ഇപ്പം നല്ല രീതിക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവരുടെ ഭാഗത്ത് നിന്നിട്ട് നിങ്ങളടുത്തോട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കോളും മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ബ്ലോക്കൊക്കെ മാറ്റിയതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമോഷൻസ് അവരെന്തായാലും നിങ്ങളടുത്ത് തുറന്ന് കാണിക്കും ഉറപ്പായിട്ടും. അത് അവർ ഷെയർ ചെയ്യും. അവരുടെ സിറ്റുവേഷൻ ഇങ്ങനത്തെ ആയിരുന്നു എന്നുള്ളത് അവർ ഉറപ്പായിട്ടും നിങ്ങളടുത്ത് തുറന്ന് പറയും. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയിരുന്നത്, അല്ലെങ്കിൽ ഇതായിരുന്നു എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, എനിക്കതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ അവർ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അതായത് ഓപ്പണായിട്ട് സംസാരിക്കാൻ എന്തായാലും അവർ തയ്യാറാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും ദിവസം അവർ റെസ്പെക്റ്റ് തന്നിട്ടുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അതായത് ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും.
നിങ്ങൾ ഭയങ്കരമായിട്ട് ചേസ് ചെയ്ത് പോകുന്നു, നിങ്ങൾ ഓവറായിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾക്കൊരു റെസ്പെക്ട് തരുന്നുണ്ടാവില്ലായിരിക്കാം. അതായത് ആട്ടി പായിപ്പിക്കുന്ന പോലെ നിങ്ങളെ പായിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വേദന ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം അവരൊരു ഈക്വൽ റെസ്പെക്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഓക്കെ, അത് റിയലൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ പോസിറ്റീവായിട്ടൊരു ഷെയറിങ് കാർഡ് വന്നതും ചേഞ്ചിൻ്റെ കാർഡ് വന്നതും ഒക്കെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടി നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനും കറണ്ട് എനർജിയും ഇതാണ് കേട്ടോ. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് ഗൈഡൻസ്. റെസ്പെക്റ്റ് എന്ന കാർഡ് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പം ഈ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഇത്രത്തോളം വേദനിപ്പിച്ച ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം വന്നിട്ട് നമുക്കൊരു റെസ്പെക്റ്റ് തരാതെ നമ്മളുടെ സെൽഫിനെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ വശത്തോട് തിരിഞ്ഞ് നോക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് യൂണിവേഴ്സ് കൊടുത്തോളും. അതിനാണ് കർമ്മ എന്ന് പറയുന്നത്. അത് നമ്മൾ അനുഭവിക്കാതെ ഒരിക്കലും പോകില്ല. ഈ ജന്മം ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ജന്മം ജനിക്കുന്നതും നമ്മളുടെ കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജന്മത്തിൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്കത് ഉറപ്പായിട്ട് നമ്മളത് തീർക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എത്ര ലൈഫ് ഉണ്ടോ ആ ലൈഫിൽ നമുക്കുള്ള എല്ലാ കർമ്മകളും നമ്മൾ തീർക്കേണ്ടി വരും. സോ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങൾ കർമ്മ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ പ്രാകുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ തരണേ. ഭാഗ്യമാണെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവർക്കത് കിട്ടും. ഓക്കെ, നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവർക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളെ എത്രത്തോളം വേദനിപ്പിച്ചു അല്ലെങ്കിൽ നമ്മുടെ പെയിൻ ഇതായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുള്ളത്. അല്ലാതെ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു ജഡ്ജ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് കൊടുത്തോളും എന്നുള്ളതാണ്. സോ നിങ്ങൾ മനസ്സിലൊരു ശത്രുത വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും എൻ്റെ അടുത്ത് ക്രൂരത കാണിച്ച് എന്നെ ചതിച്ചിട്ട് പോയവൾ, വഞ്ചിച്ചിട്ട് പോയവൾ, അല്ലെങ്കിൽ പോയവൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ വേണ്ട കാര്യമില്ല. ഫോർഗീവ് ചെയ്യാന്നുള്ളത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നിങ്ങളുടെ അടുത്ത്. ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷമിച്ച് വിട്ടേക്കുക, ചെയ്തത് മറക്കാതിരിക്കുക. നമ്മൾ രണ്ടാമതും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. റെസ്പെക്റ്റ്, അവരിപ്പോൾ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളും തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവനവൻ്റെ കാര്യത്തിന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ നമ്മൾ തിരിച്ച് അവരെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ തിരിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഫസ്റ്റ് കാര്യം എന്താണോ അതിന് നമ്മൾ പ്രിയോറിറ്റി കൊടുത്തിട്ട് ദെൻ അവർക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അവിടെ ഒരിക്കലും അത് എന്താ പറയുക, അവോയ്ഡിങ്ങും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കാര്യത്തിന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരിക്കലും അവോയ്ഡും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ അവർ തമ്മിലൊരു വ്യത്യാസമില്ല ഉണ്ടായിപ്പോലെ. ഇൻറ്റൻസിറ്റി വന്നിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാം ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അതായത് ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഇനിയും നിങ്ങൾക്ക് പരീക്ഷണമായിട്ട് എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഫോർഗീവ് ആണ്. മേ ബി അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന പരീക്ഷണമായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു കർമ്മ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് പിന്നെയും കർമ്മകൾ വരുത്തി വെക്കാതിരിക്കുക. അതായത് ആ പേഴ്സൺ ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം അതാണ് നിങ്ങൾക്കുള്ള മെയിൻ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് മേ ബി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഈ റീഡിങ് കാണുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് പരീക്ഷണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അതൊന്ന് കണ്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. മെച്യൂരിറ്റിയിൽ പെരുമാറുക, പക്വതയിൽ പെരുമാറുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് തരുന്നത്. അതൊരു പരീക്ഷണമായിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം അതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, മേ ബി സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അതിലേക്ക് ആയി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സ്റ്റെബിലിറ്റി തരാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പം ആ പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അത് പലതരത്തിലും റിലേഷൻഷിപ്പിൽ തരും, അല്ലെങ്കിൽ കരിയറിൽ തരും, പലതരത്തിലും നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു പരീക്ഷണം മാത്രമാണ്. അതിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനെ പ്രതിരോധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ്ങും നിങ്ങൾക്കുള്ള ഗൈഡൻസും ഇതാണ്. നമ്മളെടുത്ത് തെറ്റ് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയും അവരെ കൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ കൊണ്ട്
നമ്മളെ വേദനിപ്പിക്കുന്ന വകകൾ ഉണ്ടാക്കി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.